ഗായ്സ്, വെൽക്കം ടു അവർ ഓണം വ്ളോഗ്. അപ്പോൾ ഇത് നമ്മൾ ഉത്രാടത്തിൻ്റെ തലേ ദിവസം ഓണം ഷോപ്പിങ്ങിന് വേണ്ടി പോയതാണ്. കാര്യം അമ്മമ്മക്ക് ഉത്രാടത്തിൻ്റെ അന്ന് ഇഞ്ചിക്കറിയും ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. വെൽക്കം ടു ദ വ്ളോഗ്. ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നതാണ്. ഞങ്ങൾ എടുക്കാനായിട്ട് വിട്ടുപോയി വ്ളോഗ്. വെൽക്കം ടു അവർ ഓണം ഇൻ ദുബായ്. നല്ലപോലെ കേൾക്കുന്നുണ്ടാവില്ല, അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും ഗൈസ്. ഇഞ്ചി ആൻഡ് ഇത്ര എടുത്തപ്പോഴാണ് ഓർത്തത്. സോ ഗൈസ്, ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ചു. ഒരു കുറേ പച്ചക്കറി, ഇഞ്ചി, സവാള, ഉള്ളി, പിന്നെന്തായിരുന്നു, പൈനാപ്പിള്, തക്കാളി. അങ്ങനെ അമ്മ കുറച്ച് ലിസ്റ്റ് തന്നു. അതനുസരിച്ച് ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൊണ്ട് അൺലോഡ് ചെയ്യണം. പിന്നെ പാലട, പിന്നെ പഴം വാങ്ങിച്ചിട്ടില്ല, പച്ചക്ക, അങ്ങനെ കുറേ പച്ചക്കറികൾ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾക്ക് തിന്നാനുള്ള വേറെ കുറേ സാധനങ്ങളും എടുത്തു. എന്നിട്ട് ഇപ്പോൾ നമുക്കൊന്ന് ഡേ ടു ഡേ പോകണം. ബിക്കോസ് എൻ്റെ ഓണം ഹാമ്പറിന് ഇനി 2 ഓർഡേഴ്സും കൂടി പാക്ക് ചെയ്യാനുണ്ട്. ഓണം ഹാമ്പർ പൊടി പൊളിച്ച് പ്രാവശ്യം. യെസ്. സോ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് സ്വാതി ക്രിയേഷൻസ് ഒന്ന് കാണൂ. എന്നിട്ട് ഇവിടെ കൊടുത്തേക്കാം ഇൻസ്റ്റാഗ്രാം പേജ്. ഓക്കെ, തീർച്ചയായിട്ടും. പിന്നെ എന്താ സുയാ, അതൊക്കെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്യും. എന്നിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ ഇന്ന് ആക്ച്വലി അരിയത്തില്ല. നാളെ രാവിലെ അമ്മമ്മ ഉള്ളിക്കറിക്കുള്ള ഉള്ളി, ഇഞ്ചിക്കറിയൊക്കെ അഴിഞ്ഞിടും. ആൻഡ് അമ്മാളൂൻ്റെ ഇവിടുത്തെ ഫസ്റ്റ് ഓണമാണ് ദുബായിൽ. സോ അതൊക്കെയാണ് ഞങ്ങളുടെ ഓണം വിശേഷം ഗൈസ്. ഹന്ന ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. അതാണ് ഗൈസ്, ഹന്ന ഹെൽപ്സ് us. Now you can see ഹന്ന. മേടിച്ച് വീട്ടിൽ വന്ന് പിന്നെ ഞങ്ങളത് കടുക്കി പെറുക്കാൻ പോണേ. നമ്മുടെ ഇവിടുത്തെ ഓണം തുടങ്ങിയമ്മ ഓണമൂട്. ഏത് മൂട് അമ്മ? അതിനാണ് എല്ലാത്തിലും ഉള്ളത്. ഏത് മൂട്? ഓണമൂട്. ഗൈസ്, ചിറ്റയില്ല. ഞങ്ങൾ ചിറ്റേനെ ഈ വർഷത്തെ ഓണത്തിന് ഭയങ്കര മിസ് ചെയ്യും. കാര്യം എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പരിപ്പ് പായസമൊന്നും അത് പറഞ്ഞില്ല. കാര്യം ഇവിടെ ഇങ്ങനെ അയ്യോ കട്ട് ചെയ്യണ്ട. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നാച്ചുറലി ജസ്റ്റ് അമ്മയുടെ മനസ്സിൽ തട്ടി പുറത്തിട്ടത്രേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ ചിറ്റേനെ മിസ് ചെയ്യും. കാര്യം ഇങ്ങനെ ഇളക്കാൻ ആരും ഇല്ല. സ്രൂവും അനീഷേട്ടനും ഇല്ല. അവര് നാട്ടിലാണോ, അവിയിലൊക്കെ ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്യാനായിട്ട് ചിറ്റില്ല. പിന്നെ അങ്കിൾ ഒബ്വിയസ്ലി മിസ് ചെയ്യുന്നുണ്ട്. കുറെ വർഷമായിട്ട് അങ്കിളായിട്ടുള്ള ഇവിടുത്തെ ഓണം ഞങ്ങൾ ഭയങ്കര മിസ് ചെയ്യണം. അങ്കിളാണ് മറ്റേ പരിപ്പ് പായസം ഇങ്ങനെ രാത്രി നിന്ന് ഫുൾ ഇളക്കി 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 റെഡിയാക്കണം. സോ അങ്കിൾക്ക് പെട്ടെന്ന് തിരിച്ചു വരട്ടെ. പിന്നെ പിന്നെന്താ പറയാ, എന്താ മമ്മ എന്താ ഗൈസ്, അമ്മ സോൺ ഔട്ട് ആയി പോയി പെട്ടെന്ന്. ഇറ്റ്സ് ഓക്കെ. സോ ഞങ്ങളുടെ ഇവിടുത്തെ കൊച്ചു ചെറിയ ഓണമാണ് ആദ്യമായിട്ട് ഇവിടെ ഉള്ളത്. അമ്മാള് ഫസ്റ്റ് ടൈം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു വീഡിയോയിൽ. അമ്മാള് ഫസ്റ്റ് ടൈമാണ്. ആൻഡ് അമ്മാള് എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത് ഞങ്ങളുടെ ഓണ സദ്യകളെല്ലാം. അമ്മ ഒറ്റയ്ക്കായിരിക്കും കുക്ക് ചെയ്യണത്. ഞാൻ ജസ്റ്റ് കട്ടിങ്, എക്സ്പീരിയൻസ് ഞാൻ ചെയ്യണ്ടാവുക. പിന്നെ വീട് ഒതുക്കൽ വേണമെങ്കിൽ എനിക്ക് കറികളൊക്കെ വെക്കാൻ പറ്റും. പക്ഷെ ഗസ്റ്റ് ഒക്കെ വന്നുകൊണ്ട് വെറുതെ റിസ്ക് ഏറ്റെടുക്കണ്ട. ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ കുറെ ഡിഷസ് ചേച്ചിനെ കൊണ്ട് അങ്ങ് ഉണ്ടാക്കിപ്പിക്കാറുണ്ട്. ഇപ്പൊ തൃശ്ശൂരുള്ള എല്ലാവർക്കും അടിപൊളി ഓണം ഒരിക്കും. ഇതാണ് ഞങ്ങളുടെ ഹന്ന. സേ ഹായ്. This is my YouTube channel. Okay. Say hi to everybody. Hi, how are you? ഇത് ഞങ്ങൾ ഇവിടുത്തെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഹന്ന. ഓണത്തിന്. My name is Hanna. Yeah. From Ethiopia. She's from India. Yeah. I like too much. Please follow, like, subscribe. Okay, thank you Anna. Say happy Onam. Too much happy. Say happy Onam. Our festival, you say happy Onam everybody. Happy effort. No. Happy Onam. Onam. Say happy Onam. Everybody. Say again happy Onam everybody. Happy Onam. Everybody. Everybody. Thank you Anna. Sorry. You put it. Bye all. Happy all. Okay. Happy Onam. I see you next. Yeah, next time. Friday call me if you free, then coming. Okay. Bye. Bye Anna. Take care. Okay. Bye. I forget something.
forget keep your equipment next time. Please help mommy. Yeah, helping. No Now cutting, too cooking. much telephone. No. Okay, bye. ഇതെന്താ ഇത്രയും തുണി എന്നാരും വിചാരിക്കണ്ട കേട്ടോ. ഇത് നാളെ നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാവർക്കും കൊടുക്കാനുള്ള ഓണക്കോടിയാണ് ഗൈസ്. സോ ഞാൻ വിചാരിച്ചു അതെല്ലാം ഒരു കവറിൽ പാക്ക് ചെയ്ത് വെക്കാമെന്ന്. അമ്മമ്മ ഏത് മൂഡ്? ഓണം മൂട്. ഗൈസ് വീടൊക്കെ കുറച്ച് അലങ്കോലമാണ്. ഞങ്ങൾ ഇരിക്കണുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇനി നമ്മൾ അമ്മൂമ്മക്ക് ഇതെല്ലാം അരിയാൻ വേണ്ടി കൊടുക്കണം. അമ്മൂമ്മ റെഡി അല്ലേ എല്ലാം അരിയാൻ ഓണത്തിന്? റെഡിയാണ്. എന്തൊക്കെയാണ് അമ്മൂമ്മ ഉണ്ടാക്കണ കറികൾ? ഇഞ്ചിക്കറി, ഉള്ളിക്കറി. ഇഞ്ചിക്കറി ഉള്ളിക്കറി മാത്രമോ? ഇഞ്ചിക്കറി എൻ്റെ ഉള്ളിക്കറി. അപ്പം ഇഞ്ചിയും ഉള്ളിയും അമ്മൂമ്മ അരിഞ്ഞ് ഇന്നത്തെ രാത്രി തകർക്കാൻ പോണേണ്. ഞങ്ങളുടെ അമ്മക്ക് പിന്നെ വിഷു വന്നാലും ഓണം വന്നാലും ന്യൂ ഇയർ വന്നാലും ഒക്കെ കർട്ടനും ഈ കുഷ്യൻ കവറൊക്കെ മാറ്റിയില്ലെങ്കിലൊന്നും ഒരു സമാധാനക്കേടാ കേട്ടോ ഗൈസ്. സോ അതുകൊണ്ട് അതെല്ലാം നമ്മൾ പുതിയത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഇങ്ങനെ മാറ്റിയും ഓരോ വിശേഷങ്ങളൊക്കെ ഓണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അമ്മമ്മ ബാക്കിലിരുന്ന് കട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. കർട്ടൻ ഇടൽ ആൻഡ് കുഷൻ കവർ ഇടൽ കഴിഞ്ഞിട്ട് അടുത്തത് നമ്മളിത് നമ്മുടെ ഈ ചീന ഗ്ലാസ് ഒക്കെ കളഞ്ഞു. ഗ്ലാസസ് അതിന്റെ പ്രത്യേകത കാണിച്ചു കൊടുക്ക്. ഇത് ഡബിൾ ആണ്. അയ്യോ എന്താ അമ്മ എന്താ വിളിക്കണ? ആൻഡ് ഇത് ഓണത്തിന് പുറത്തെടുക്കുന്ന മൺചട്ടികളാണെന്നാണ് പറയുന്നത്. ഞാൻ അവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയാൻ പറഞ്ഞു. എന്നാലും ഞാൻ പറയുകയാണ്, വീട് വൃത്തികേടായി കിടക്കുന്നത് നിങ്ങൾ ആരും നിങ്ങൾ നോട്ട് ചെയ്തോ ബിഫോർ ആൻഡ് ആഫ്റ്റർ. അതായത് ഓണം അല്ലെങ്കിൽ ഈ വീട് ഞങ്ങൾ അടിപൊളിയായിട്ടാണ് വെക്കാറുന്നാലും ലൈക്ക് ഇപ്പൊ കുറച്ച് അലങ്കോലമാണ്. പക്ഷെ ഞങ്ങൾ അതെല്ലാം നല്ല അടിപൊളി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ അലങ്കോലം പ്ലീസ് എക്സ്ക്യൂസ് ചെയ്യൂ. എല്ലാം അടിപൊളിയായിട്ട് ഏത് മൂഡ്? തൃശ്ശൂർ മൂഡ്, ഏത് മൂഡ്? ദുബായ് മൂഡ്, പിന്നെ അജ്മാൻ മൂഡ്. സോ ഗൈസ് നൗ ഇറ്റ്സ് 2:30. എല്ലാവരും ഇവിടെ ഉറങ്ങി. ഞാനാണെങ്കിൽ ഇതേ ഐ വാസ് ജസ്റ്റ് പാക്കിങ് ഓൾ ഓഫ് ദിസ്. ഇതൊക്കെ ഇന്ന് നാളെ രാവിലെ ഡെലിവറി പോകാനുള്ള ഓർഡേഴ്സാണ്, നമ്മുടെ ഓണം ഹാമ്പ്. സോ ഇതൊക്കെ കഴിഞ്ഞു. ആൻഡ് അമ്മയുടെ കൂടെ വടിയായി. അമ്മമ്മ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് പോയി. സോ നാളെ കാണാം ഗൈസ്. അപ്പോൾ ഉത്രാടം ഡേ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അമ്മമ്മക്കിളി ഇരുന്ന് എന്താ പറയുക, ഇഞ്ചിക്കറികൾ ഇഞ്ചി ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ അമ്മമ്മ ഇങ്ങനെ പറയുമായിരുന്നു, ഞാനും അമ്മാളും രാവിലെ എഴുന്നേറ്റില്ല, അതുകൊണ്ട് അമ്മമ്മ ഇരുന്ന് അരിയാൻ തുടങ്ങിയെന്ന്. ഹായ് ഗൈസ്. സോ ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. പക്ഷേ കുറച്ചും കൂടെ നേരത്തെ എണീറ്റു. അപ്പം എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് പോയി നോക്കാം. ഹായ്. കുരുമുളക് മഞ്ഞപ്പൊടി, മുളക് പൊടി, കായപ്പൊടി ഇവകൾ മുരിഞ്ഞ് കഴിയുമ്പോൾ ചേർക്കണം. അത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇഞ്ചി വറുത്തത് കോരി കറിയാക്കണം. ഉള്ളി വറുത്തത് കോരി കറിയാക്കണം. അമ്മമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൊച്ചുമക്കളാരാ? അയ്യോ അങ്ങനെ അങ്ങനെ പറയുന്നില്ല. അമ്മമ്മ വീഡിയോയില് കാണിച്ചു കൊടുക്കാം. അമ്മമ്മ ഇഞ്ചി ഇതാക്കി വെച്ചു. ഇഞ്ചി വെച്ചു, ഇഞ്ചി വറുത്ത് വെച്ചു. ഇത് തേങ്ങ വറക്കണം. തേങ്ങ വറുത്തുകൊണ്ടിരിക്കുക. തേങ്ങ ഇങ്ങനെ വറുത്തരച്ചിട്ട് മിക്സിയിലിട്ട് അടിക്കും അമ്മാളു. അപ്പോഴാണ് വറുത്തരച്ച കറി എന്ന് പറയണത്. അതില് വെളുത്തുള്ളി, വെളുത്തുള്ളിയാണ്, പിന്നെ ജീരകം. മോന് ഇവിടെ നിന്ന് ഇതൊക്കെ കണ്ടു പഠിച്ചൂടെ? വേറൊരു ഓണത്തിന് അടുക്കള കണ്ടിട്ടില്ല. ഇതിലൊക്കെ നീ കാണും. ഉഷേനെ അതെ അതെ, ഉഷ ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ഉഷ പേടിപ്പിച്ചു. എന്താണ്? അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇങ്ങനെയൊക്കെ
അത് കിട്ടിയില്ല. അതെ അല്ല അങ്ങനെയൊക്കെ പറ്റും. തീ പിടിച്ച് guys. ഈ തുണിയിലെത്തി. പക്ഷെ ഞങ്ങളുടെ അമ്മൂമ്മ സിമ്പിൾ ആയിട്ട് കിടത്തി. കണക്കേടല്ലേ. പിന്നെ അടുക്കളയാകുമ്പോ അങ്ങനെ ഒന്ന് എന്താണ് എന്നെ പറയണ, തടത്തുണിക്ക് തീയൊക്കെ പിടിക്കും. അൺഫിൽറ്റേർഡ്, ഇതാണ് അൺഫിൽറ്റേർഡ് ഓണം, അൺഫിൽറ്റേർഡ്. അതുകൊണ്ട് എല്ലാ ഊളത്തരങ്ങളും കാണാം. ഞാനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇത്രയും വയസ്സായ അമ്മൂമ്മ ഉണ്ടാക്കണത്. അമ്മാളുന്റെ അച്ഛനും അമ്മയും വ്ളോഗ് കാണണ്ടെങ്കിൽ നമ്മളെ ഇത് മുത്തശ്ശിമാരുണ്ടാക്കുന്ന ഇഞ്ചിക്കറിയാണ്. ഇപ്പൊ എല്ലാം പിന്നെ യൂട്യൂബിൽ ഇഞ്ചിക്കറിയൊക്കെ സിമ്പിളായിട്ട് വെറുതെ വറുത്ത് കോരി കുറച്ച് പൊടി ഇട്ടെടുക്കുന്നതാണ്. അതല്ലേ മനസ്സിലായ? കൊത്തിയരിയും, കൊത്തിയരിഞ്ഞ് ഇഞ്ചി വറുത്തെടുക്കും. അമ്മൂമ്മ അതേ പുളി ശർക്കരയും കൂടി ഇട്ട് വെച്ചേക്കണ്. പുളി ശർക്കര ഇട്ട് ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നു. ഇനി ഞാൻ പുറത്തു പോകും. നിങ്ങളുടെ ടാസ്ക് എന്താണ്? ഉള്ളി പൊളിച്ച് മരിക്കാം. ഉള്ളി പൊളിക്കാനും അമ്മാള് പൊളിച്ചില്ലെങ്കിൽ ഞാൻ പറയും. ആ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു അമ്മൂമ്മ. ഞാൻ ഉള്ളി പൊളിക്കാൻ പോവാണ്. ഇനി ഇരുന്നിട്ട് എന്തോരം ഉള്ളി ഉണ്ടെന്ന് 2 കിലോ. 2 കിലോ ഒന്നും വേണ്ട. അല്ല അത്രയും വാങ്ങിച്ചിന്നല്ല. 1 കിലോ മതി. കുറച്ച് വേണ്ട. ഇവളെന്തോരം ഉള്ളി വെക്കും. മടുത്ത അമ്മാള് മതിയായില്ലേ ശരിക്കും. അമ്മൂമ്മ ഇവളെന്തോരം ഉള്ളി പൊളിച്ചു തന്നെ അമ്മൂമ്മ. 10 വയസ്സുള്ള ഉള്ളി പൊളിച്ചു തരുന്നു. 10 ഞാൻ സമ്മതിച്ചു. എനിക്ക് അടുക്കള സംബന്ധമായ ഒരു സാധനത്തിന് എനിക്ക് അറിയത്തുമില്ല. മതിയുമായി എഴുന്നേറ്റ് വെക്കും അമ്മൂമ്മ പൊളിച്ചോളും. എന്നെ എന്നാലും ഞാൻ ഓണമൊക്കെ സഹായിക്കാനിരിക്കണേന്ന്. അപ്പൊ എന്നെ നിരുത്സാഹപ്പെടുത്തല്ലേ. ഞങ്ങള് പ്രോത്സാഹിപ്പിക്കണം. ഞാനപ്പം ഗീതാന്റിയുടെ വീട്ടിൽ പോവാണ്. ജസ്റ്റ് ആൻറ്റി 2 ഹാമ്പറിന് ഓർഡർ വന്നിട്ടുണ്ട്. സോ അത് കൊടുക്കാൻ പോണം. ആൻഡ് അമ്മളോട് അമ്മൂമ്മനെ ഹെൽപ്പ് ചെയ്ത് നിൽക്കാൻ പോവാണ്. ബൈ ഗൈസ്. ബൈ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ സിൽക്ക് ഒയാസിസിലെത്തി. ഇവിടെയാണ് ഗീതാൻ്റിയുടെ വീട് ഗൈസ്. ആൻഡ് ഇനി ഗീതാൻ്റി ആരാന്ന് അറിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹരിയുടെ അമ്മയാട്ടോ. അപ്പോൾ ആൻറ്റി 2 ഓണം ഹാമ്പേഴ്സിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാനും ആൻറ്റീനെ ഒന്ന് കാണാനും വേണ്ടിയിട്ടാട്ടോ നമ്മളിവിടെ വന്നത്. ഗൈസ്, സോ ഞാനിവിടെ വന്നു. ആൻറ്റി എനിക്ക് മിൽക്ക് ഷേക്കും കുറേ ജിലേബി ലഡു ഒക്കെ തന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഹാമ്പറൊക്കെ കൊടുത്തു. അപ്പോൾ അങ്കിള് വന്നു. പിന്നെ അങ്കിള് കേക്കൊക്കെ കൊണ്ട് തന്നു. ആൻറ്റി ഇവിടെ ഉണ്ട്. എന്താ ആൻറ്റിക്ക് പറയാനുള്ള ആൻറ്റി? ഹായ്, ആദ്യം തന്നെ ട്രിപ്പിൾ ഐയുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാൻ ചാനലിൻ്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ആദ്യം തൊട്ടുള്ള കാണാറുണ്ട്. എല്ലാം നല്ല പ്രോഗ്രാമാണ്. നല്ലപോലെ പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇഷ്ടമാണ് ഞങ്ങള്. എല്ലാവരും എനിക്കിഷ്ടമാണ്. നിങ്ങൾ 3 പേരും ഇഷ്ടമാണ്. അതെ. ട്രിപ്പിൾ ഐ എന്ന് വെച്ചാൽ ഞങ്ങളുടെ 3 പേരുടെ ആയി. സ്വാതി, ലക്ഷ്മി. അപ്പം 3 ഐമാർക്കും ഹാപ്പി ഓണം. അതെ, ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എല്ലാം എന്നും നല്ലപോലെ പോകട്ടെ ഈ ചാനൽ. ഓക്കെ, താങ്ക് യു ആൻറ്റി. അപ്പം അത്രേ ഉള്ളൂ. നമ്മളിനി ഇവിടുന്ന് പോകും. അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ബാക്കി ഓണപരിപാടികൾ. എടാ നീയും ഉണ്ട് വ്ളോഗില്. ഹായ് പറ. ഹലോ. ഹായ്. നീ സബ്സ്ക്രൈബർ ആണോ ഞങ്ങളുടെ? കണ്ട, ഇവൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ ഗൈസ്. സോ അത്രേ ഉള്ളൂ. അപ്പം ഞാൻ തിരിച്ച് വീടെത്തി. പക്ഷേ ഓൺ ദ വേ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വ്ളോഗൊന്നും എടുക്കാനേ തോന്നിയില്ല ഗൈസ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആൻറ്റി നമുക്ക് കുറച്ച് മുളകും ഉണ്ണിയപ്പവും പിന്നെ ബോളിയൊക്കെ തന്നു വിട്ടു കേട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ കയറുന്നതിന് മുന്നേ ഞാൻ പോയ സമയത്ത് അമ്മാൾ വീട് തിരിച്ചു വെച്ചോ ഇല്ലേന്ന് കണ്ടിട്ട് വരും ഗൈസ്. ഹായ് ഗായ്സ്, അങ്ങനെ ഹാമ്പർ ഡെലിവറി ചെയ്യാൻ പോയി. അതിനുശേഷം കുറച്ച് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ അനി വന്നു. അനിനെ കണ്ടില്ലേ? സുന്ദരിയായി നിൽക്കുന്ന നമ്മുടെ അനി വന്നു. അത് കഴിഞ്ഞ് അനിയും ഞാനും അമ്മയും ഒക്കെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ ഉള്ളിക്കറി ആൻഡ് ഇഞ്ചിക്കറി സക്സസ്ഫുള്ളി വെച്ചു. ഇഞ്ചിക്കറി ആൻഡ് ഉള്ളിക്കറി വേണമെങ്കിൽ ഞാൻ നിങ്ങളെ ചെറുതായിട്ട് കാണിച്ചു. ഇത് ഉള്ളിക്കറി, ഇതാണ് ഗൈസ് ഉള്ളിക്കറി. ആൻഡ് ഇതാണ് ഇഞ്ചിക്കറി. ഇതാണ് അമ്മൂമ്മ സക്സസ്ഫുള്ളി വെച്ച അമ്മൂമ്മയുടെ സദ്യ റെസിപ്പി, ഇത് കറികൾ. അത് കഴിഞ്ഞ് ഇഞ്ചിക്കറി ഉള്ളിക്കറിയൊക്കെ വെച്ചിട്ട് പിന്നെ വിളക്ക് കത്തിച്ചു.
ഇതേ അങ്ങനെ സക്സസ്ഫുള്ളി ഉത്രാട ദിന നിലവിളക്ക് കത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അമ്മമ്മ റെസ്റ്റ് എടുത്തു. ഞാൻ ഗ്രേപ്സ് ഒക്കെ കൊടുത്തു. അങ്ങനെ ഗ്രേപ്സ് ഒക്കെ കഴിച്ച അമ്മമ്മ റെസ്റ്റ് എടുക്കുകയാണ്. ടി വി ഒക്കെ കണ്ട്. പിന്നെ ശരത് മാമൻ വന്നു. അങ്ങനെ ഒരു സൈഡിൽ നിന്നെല്ലാം അരിഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ഞാനും അരിയാൻ തുടങ്ങും. ഇപ്പോൾ അത്രയാണ് സ്വാ പോയതിന് ശേഷമുള്ള ഇവിടെ നടന്ന സംഭവങ്ങൾ. ബാക്കി സ്വാ വന്നു കഴിഞ്ഞിട്ട് പിന്നെ മാമനും വരുന്നുണ്ട്. മാമൻ ആൻഡ് ഫാമിലി, കല്ലു, യേശു, മാമി ആൻഡ് മാമനൊക്കെ വന്നിട്ട് ഈ ബാക്കിയുള്ള ഓണം പരിപാടീസ്. ബൈ. അപ്പം അടുത്തായിട്ട് നമ്മൾ ഈ ബീട്രൂട്ട് എന്ത് സോറി പൈനാപ്പിൾ മധുരക്കറി, പൈനാപ്പിൾ പച്ചടി അല്ലെങ്കിൽ മധുരക്കറി അത് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം അതിന് ഇതൊക്കെ ഇതെന്താ സ്മോക്ക് വരുന്നത്? അത്ര തണുപ്പത്തിന് എടുത്തോണ്ടത്. ഇതൊക്കെ കഴുകാൻ പോവാണ്. ഇത് നല്ല തണുത്ത മുന്തിരിങ്ങയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ വന്ന സ്മോക്കായിരുന്നു അത്. ഇത് നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കാനാണ് എനിക്ക് ഇട്ടിരിക്കുന്ന പണി. പിന്നെ ഇവിടെ ഇതെന്താ മത്തങ്ങ എരിശ്ശേരിക്ക് വേണ്ട മത്തങ്ങ. ഈ മാങ്ങ എന്തിനാ? മാങ്ങ പച്ചടി. അതൊക്കെ ഉണ്ടാക്കുവാണ് ഞാനും അനിയും കൂടെ. ഹായ് ഹാപ്പി ഓണം. ഹാപ്പി ഓണം കേശു. ഓണത്തിനെ കുറിച്ച് രണ്ട് വാക്കല്ലേ. ഓണത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരും. ക്യാബേജ് ഒന്നും അറിയാണ്ട് വെറുതെ വന്നിരുന്ന ഓണസദ്യ. അത് ഞാനിപ്പൊ പറഞ്ഞതേ ഉള്ളു. എൻ്റെ ഈ കഴിഞ്ഞ വർഷം വരെയുള്ള ഓണം വളരെ അടിച്ച് പൊളിച്ച് കളിച്ച് ചിരിച്ച് നടക്കണേ. ഇപ്പൊ എനിക്ക് പണിയെടുക്കേണ്ടി വരുന്നത്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. പണിയെടുത്താലും ഓണസദ്യ തിന്നാൻ പറ്റും. അതെ. അപ്പൊ നമ്മള് പുതിയ ഓണം ക്യാബേജ് തിരിഞ്ഞ് വരാൻ കേൾക്കാം. ഓക്കെ. ഇതെന്ത് കറിയാ? എരിശ്ശേരി, പിന്നെ എന്തൊക്കെ വെച്ച്? ഇതെന്ത് ഇതെന്താണ് നീ? ഇതെന്താ? കിച്ചടി പച്ചടി? പച്ചടി. ഓക്കെ. ആൻഡ് ഇതെന്താ? അയ്യോ കൂർക്ക. ആൻഡ് പൈനാപ്പിൾ കറി റെഡി ആയി ഗൈസ്. അടിപൊളി പൈനാപ്പിൾ കറി. ഇനി ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കണം. പിന്നെ അച്ചിങ്ങ ആൻഡ് ഇതുണ്ടാക്കണം. ബാക്കി എരിശ്ശേരിക്കുള്ള വറവൽ. എരിശ്ശേരിക്ക്. ഓക്കെ. ഇപ്പുറത്ത് മെഴുക്ക് വരട്ടിക്കുള്ള അത് വേകുന്നു. ബാക്കിയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അവിയൽ. ഇനി എന്തൊക്കെയാണ്? പിന്നെ അവിയൽ വേണം, മെഴുക്ക് വരട്ടി, ബീട്രൂട്ട് പച്ചടി. അപ്പൊ എല്ലാരും കണ്ടില്ലേ നമ്മുടെ അമ്മാളും അവിടെ കാണിച്ചു വെച്ച കാര്യങ്ങളൊക്കെ? എന്നാലും എന്റെ അമ്മാളു പച്ചടി പച്ചടി എന്നും പറഞ്ഞ് എല്ലാരും കൺഫ്യൂഷൻ ആക്കി കളഞ്ഞല്ലോ നീ. അങ്ങനെ ചെന്ന ഉടനെ തന്നെ ഞാൻ ഭക്ഷണം കഴിച്ചു. കാര്യം എനിക്ക് അത്രയും വിശന്നിട്ട് വയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് സമയം കല്ലുവിൻ്റെ കൂടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. കല്ലുവിന് എന്നെ ഭയങ്കര ഇഷ്ടം കേട്ടോ. സോ ഞാൻ കുറേ സമയം അവളുടെ കൂടെ കളിച്ചതിന് ശേഷമാണ് പിന്നെ അടുക്കളയിലേക്ക് പോയത് കേട്ടോ. ആര് പറഞ്ഞു മ്യാവൂ? ഞാനാ നിങ്ങളുടെ കല്ലു. വന്നേ ഉള്ളൂ. സോ നമ്മള് കൊറേ വ്ലോഗ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. താങ്ക് യു മുത്തേ, താങ്ക് യു. പിന്നെ അമ്മ ഇസ് വെരി ബിസി ആൻഡ് ഇവിടെ അടുക്കളയിൽ ബീട്രൂട്ട് പച്ചടിക്ക് വെച്ചേക്ക്. സോ ഞാനത് ഇളക്കി കൂട്ടണേണ്. എന്താ സ്വാ വിളിക്കണേ നോക്കിട്ട് വരാം. എന്ത് പറ്റി സ്വാ? ആണ്
പാത്രം കഴിക്കോ സ്വാ. ഓൾ ദ ബെസ്റ്റ് അങ്ങനെ പറ. ഇതൊക്കെ നമുക്ക് കാണാം. ഇത് എരിശ്ശേരി, കൂർക്കുപ്പേരി, പച്ചടി. ഇത് എന്ത് പച്ചടിയാണ്? മറ്റേ മറ്റേ വെള്ളരിക്ക, ഉള്ളിക്കറി, ഇഞ്ചിക്കറി, പൈനാപ്പിൾ കറി. സമയം ഇപ്പോൾ 1:30. ആൻഡ് ഈ ഓറഞ്ച് ഇട്ട വ്യക്തിയുടെ ഇഷ്ടപ്പാടുകൾ, എല്ലാ കറികളും എല്ലാം റെഡിയാക്കി അമ്മ. അമ്മ ആരായിട്ടാണ് കോമ്പറ്റേറ്റ് ചെയ്യണ രണ്ടുപേര്? പക്ഷെ അവർക്ക് നമ്മളെയൊന്നും തോപ്പിക്കാൻ പറ്റില്ല അമ്മ. കാര്യം ശ്രുതി ഫുള്ള് സപ്പോർട്ടോടെയാണ് ചെയ്യണത്. ചിറ്റയും വിത്ത് അങ്കിൾസ് ആൻഡ് കിഡ്സ് സപ്പോർട്ടാണ് ചെയ്യണത്. അമ്മയോ? ബട്ട് ഞങ്ങളെല്ലാവരും കുറച്ച് ഹെൽപ്പ് ചെയ്തെങ്കിലും ഇത്രയും കറികൾ എന്തൊക്കെയാ അമ്മ ഉണ്ടാക്കിയ കുറേ വീഡിയോസ് പറഞ്ഞിട്ട്. ഞങ്ങള് ഇനി നാളെ സദ്യ ഇന്നുമ്പോഴും ഞങ്ങൾ പറയും. അമ്മാളും അങ്ങനെ ഉണ്ടാവും ഇവിടുത്തെ ദുബായ് ഓണം. എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ വലുതായതിനു ശേഷമുള്ള ഓണങ്ങൾ എന്ന് പറയുന്നത് ഇനി തൊട്ട് നമ്മൾ പണിയെടുക്കേണ്ടി വരുന്ന ഓണങ്ങളാണ്. കുഞ്ഞായിരുന്നപ്പോ നമുക്ക് വെറുതെ കസിൻസ് ഒക്കെ വരും, കളിച്ച് നടന്നാ മതി. പക്ഷേ ചാത്തേക്ക് ഇവിടെ കിടക്കും, എല്ലാവരും ഒക്കെ കിടന്ന് ഇനി ഞങ്ങളും കിടക്കാൻ പോവാണ്. ഐ തിങ്ക് വി ആർ ഓൾസോ ഗോയിങ് ടു സ്ലീപ് നൗ. വിൽ സീ ടുമോറോ ഇൻ ഓണം. ഓണം ഔട്ട്ഫിറ്റില് അല്ല, നമ്മൾ ആദ്യം പൂക്കളിടും രാവിലെ ഇടുന്നത്. അപ്പൊ എന്താ ഓണം ഉടുപ്പിടൂലേ? ഞാൻ ചിലപ്പോൾ പൂക്കൾ ഇട്ടിട്ടായിരിക്കും ഓണം ഉടുപ്പിടും, അല്ലെങ്കിൽ ഫുൾ ടൈം ഇടാം, അറിയില്ല. ഓക്കെ, അപ്പൊ ഈ ഡ്രസ്സിൽ നമ്മൾ ഇനി നാളെ എടുക്കുമ്പം മറ്റേ ഔട്ട്ഫിറ്റിൽ എടുക്കാം. ഓക്കെ ബൈ. ഇനി ഓണം ഔട്ട്ഫിറ്റിൽ കാണാം.